ഹായ് വെൽക്കം ടു മാറ്റ്കം. ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 32/2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിനേഷൻ ഈയിടെ നടന്ന എക്സാമിനേഷന്റെ മാത്തമാറ്റിക്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് പാർട്ട് ആൻഡ് റീസണിംഗ് പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളുടെ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ഈസി ആയിരുന്നു. മാത്തമാറ്റിക്സ് പാർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ ഈസി ആയിരുന്നു. സോ ഒന്നാമത്തെ ചോദ്യം നമ്മൾ നോക്കിയാൽ, ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോണ് എത്ര? സോ കോണുകളുടെ അംശബന്ധം നമുക്ക് തന്നിരിക്കുന്നത് 5:3:4 ആണ്. 5:3:4 ആണ്. അങ്ങനെയാണെങ്കിൽ ചെറിയ കോണാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു ത്രികോണത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി. ടോട്ടൽ ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. സോ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ചെറിയ കോണം എന്ന് പറയുന്നത് എത്രയാ? 3 പാർട്ടാണ് വരുന്നത്. എത്ര ഇതിന്റെ മൊത്തമുള്ള എത്രയാ? 5 4 9 9 3 12. സോ 3/12 പാർട്ട്. സോ 180 ഇൻറ്റു 12 3 3/12. സോ നമ്മൾ ക്യാൻസൽ ചെയ്താൽ 3 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 4 കിട്ടും. 180നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 45 ഡിഗ്രി ആയിരിക്കും. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെ ചോദ്യം, z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു -10 വൈ ഈക്വൽ ടു 3 ആയാൽ zന്റെ വാല്യൂ എത്ര? സോ z ഈക്വൽ ടു z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, z ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, എക്സിന്റെ വാല്യൂ -10. സോ എക്സിന്റെ വാല്യൂ അതേപടി എടുത്തെഴുതുക, -10. പിന്നെ എന്തുണ്ട്? പ്ലസ് ഉണ്ട്. പിന്നെ വൈയുടെ വാല്യൂ എത്രയാണ്? വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 3. സോ -10 + 3. സോ ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും. അപ്പൊ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുവാണ് എങ്കിൽ അവ തമ്മിലുള്ള വ്യത്യാസം കാണുക. 10ന്റെയും 3ന്റെയും തമ്മിലുള്ള വ്യത്യാസം 7 ആണ്. വലിയ സംഖ്യ 10 ആയതുകൊണ്ട് അതിന്റെ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ എന്ന് പറയുന്നത് -7 എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത്. ഫൈൻഡ് ദി ഓഡ് വൺ. 12 48 24 16. തന്നിരിക്കുന്നതെല്ലാം എന്താ? ഈവൻ നമ്പേഴ്സ് തന്നെയാണ്. സോ അതല്ല ഫാക്ടർ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പൊ തന്നിരിക്കുന്നതെല്ലാം 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അത് ഓക്കെ. ഇനി നമ്മൾ നോക്കിയാൽ 12 48 24 16. ഈ 16 മാത്രം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗമാണ്. 4ന്റെ സ്ക്വയർ ആണ് 16 എന്ന് പറയുന്നത്. ബാക്കിയൊന്നും അങ്ങനെയല്ല. സോ അതുകൊണ്ട് ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി 16 ആയിരിക്കും. അടുത്തത്, 6ന്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം ഏത്? മാധ്യം അഥവാ മീഡിയൻ. സോ അങ്ങനെ ചോദിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന 6 ഗുണിതങ്ങൾ, 6ന്റെ 6 ഗുണിതങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് വരുന്നത്? 6 12 18 24 30 36. 6 12 18 24 30 36. സോ ഇതിന്റെ മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കണം. കറക്റ്റാ? ഇതിന്റെ മീഡിയൻ നമ്മൾ കണ്ടുപിടിക്കണം. സോ നമ്മൾ ഇതിന്റെ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുത് ചെറുതിലേക്കോ എഴുതിയതിനു ശേഷം അതിന്റെ മിഡിൽ നമ്പർ ഏതാണെന്ന് നോക്കാം. നമ്മളിവിടെ നോക്കുമ്പോൾ എന്താണ് മിഡിൽ നമ്പർ ആയിട്ട് വരുന്നത്? 18ഉം 24 വരെ. കാരണം നമ്പർ ഓഫ് അല്ലെങ്കിൽ സംഖ്യകളുടെ എണ്ണം ഈവൻ ആയതുകൊണ്ട് മിഡിൽ നമ്പർ ആയിട്ട് എന്തൊക്കെ വരും? 18ഉം 24 വരും. അപ്പൊ എന്ത് ചെയ്യണം വെച്ചാൽ ഈ 2 നമ്പറുകൾ എടുത്തിട്ട് ആ 2 നമ്പറുകളുടെ സമ്മ് കാണുക. 18 + 24 ഡിവൈഡഡ് ബൈ 2. അതായത് അതിന്റെ ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. 24ഉം 18ഉം 42 ഡിവൈഡഡ് ബൈ 2 21. സോ മാധ്യം എന്ന് പറയുന്നത് 21 ആയിരിക്കും. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒന്നും 21 ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ 74ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിലീറ്റ് ആകും. 74ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിലീറ്റ് ആകും. അടുത്തത്, 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിന്റെ ചുറ്റളവ് ഒരു സമചതുരത്തിന്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിന്റെ വശം എത്രയായിരിക്കും? സോ നമുക്കൊരു ചതുരമുണ്ട്. ആ ചതുരത്തിന്റെ നീളം എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. വീതി എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. സോ അങ്ങനെ വരുമ്പോൾ ചുറ്റളവ് മുഴുവൻ ലെന്ത് എത്ര വരും? 40 + 30 70. 70 + 40 എന്ന് പറയുന്നത് 110. 110 + 30 140. സോ ഇതിന്റെ ചുറ്റളവ് 140. ഈ ചുറ്റളവ് തുല്യമായി വരുന്ന ഒരു സമചതുരം. അപ്പൊ എന്താണ്? ഒരു സ്ക്വയർ. ആ സ്ക്വയറിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 140 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എന്താ? സോ ഒരു സ്ക്വയറിന്റെ സൈഡിന്റെ നീളം a ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4 സൈഡുള്ളപ്പോൾ 4a ആയിരിക്കും. അപ്പൊ 4a എന്ന് പറയുന്നത് 140 കിട്ടും. ഫോർ a എന്ന് പറയുന്നത് 140 ഡിവൈഡ് ബൈ 4, അതായത് 35. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഡൺ. അടുത്ത ചോദ്യം,
ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതുമായാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? സോ ഇവിടെ നമുക്ക് അരുൺ നിൽക്കുന്നു. അരുൺ മുന്നിൽ നിന്ന് 4-മതാണ്, പിന്നിൽ നിന്ന് 20-മതാണ്, പിന്നെ 20-മാണ്. ഇങ്ങനെ ചോദിക്കുന്ന സാഹചര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുന്നിൽ നിന്ന് എത്രാമതാണോ പിന്നിൽ നിന്ന് എത്രാമതാണോ രണ്ടും കൂടി എടുക്കാം. സോ അപ്പൊ എത്രയാണ്? 4, 20. അതിനെ രണ്ടിന്റെ കൂട്ടുക. 4 + 20 എത്ര വരും? 24. അതിനുശേഷം അതിൽ നിന്ന് 1 കുറയ്ക്കുക. കാരണം അരുണെ 2 പ്രാവശ്യം എണ്ണത്തിൽ എടുത്തതുകൊണ്ട്. സോ 24 - 1 23. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 18 - 6 ഡിവൈഡഡ് ബൈ 3 × 4 അല്ലെ 3 × 4. സോ നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. സോ ബോർഡ് മാസ് റൂൾ വേണം ഉപയോഗിക്കാൻ. ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ആദ്യം ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. നമ്മളിവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോൾ ഡിവിഷൻ നോക്കിയാൽ 6 ഡിവൈഡഡ് ബൈ 3. 6 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 2 കിട്ടും. സോ ബാക്കി എന്തുണ്ട്? 18 - 2 × 4. സോ ഡിവിഷൻ കഴിഞ്ഞു. ദെൻ ചെയ്യേണ്ടതാണ് മൾട്ടിപ്ലിക്കേഷൻ. 2 × 4 ഇപ്പൊ എന്ത് കിട്ടി? 8 കിട്ടി. സോ 18 - 8 = 10. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം -2/3 the whole cube into 3/5 the whole square equal to -2/3 the whole cube. That is -2/3 the whole cube എന്ന് പറയാം. -2 3 പ്രാവശ്യം. -2 × -2 × -2 divided by 3 × 3 × 3 multiplied with എന്താണ് 3² / 5². ഇപ്പൊ എന്ത് കിട്ടും? 3 × 3 divided by 5 × 5. സോ ഈ 3യും ഈ 3യും ഈ 2 3 വെച്ച് നമുക്ക് വെട്ടിക്കളയാനായിട്ട് പറ്റും. ബാക്കി എന്തുണ്ട്? -2 × -2 ഇപ്പൊ എന്ത് കിട്ടും? 4 കിട്ടും. 4 × -2 ഇപ്പൊ എന്ത് കിട്ടി? -8 കിട്ടി. കറക്റ്റാ? -8 കിട്ടി. ഇവിടെ 5 × 5 എന്ന് പറയുമ്പോൾ 25, 25 × 3 എന്ന് പറയുമ്പോൾ 75. ഇപ്പൊ എന്ത് കിട്ടി? ആൻസർ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൽ -8 വരും, ഡിനോമിനേറ്ററിൽ -8 വരും, ഡിനോമിനേറ്ററിൽ 75 വരും. സോ -8/75 ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? അതായത് ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 72.29 നിന്ന് 53.6 കുറയ്ക്കുക. 53.6 കുറയ്ക്കുക. സോ നമ്മളിവിടെ നോക്കുമ്പോൾ മുകളിലത്തെ നമ്പറിൽ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, താഴെ ഒരെണ്ണം വീടും. അപ്പൊ ഡെസിമൽ പ്ലേസ് ഇല്ലെങ്കിൽ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. പിന്നെ കുറയ്ക്കുക. 9 നിന്ന് 0 പോയാൽ 9. ബാക്കി എന്തുണ്ട്? 2 നിന്ന് 6 സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഒന്ന് കടവെടുത്തു, 12 വന്നു. 12 നിന്ന് 6 പോയാൽ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. സോ ഒന്ന് കടവെടുത്തോണ്ട് ഇവിടെ 1 1 നിന്ന് 3 കുറയ്ക്കാനായിട്ട് പറ്റില്ല. സോ വീണ്ടും കടവെടുത്തു. ഇപ്പൊ എന്തൊന്ന്? 11. 11 നിന്ന് 3 കുറച്ചാൽ നമുക്ക് 8 കിട്ടി. 11 നിന്ന് 3 കുറച്ച് നമുക്ക് 8 കിട്ടി. അപ്പൊ ഇവിടെ എത്രയായി? 7 എന്ന് പറയുന്ന 6 6 നിന്ന് 5 പോയാൽ 1 കിട്ടി. സോ 18.69 ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഡൺ. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ലാസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10ാമത്തെ പദം ഏത്? ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 1നോട് കൂടി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 2 കിട്ടി. 2നോട് കൂടി 2 മൾട്ടിപ്ലൈ ചെയ്ത 4 കിട്ടി. സോ ഈ ഒരു സംഖ്യാശ്രേണി എന്ന് പറയുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. അതായത് ഒരു ടേമിൽ നിന്ന് അടുത്ത ടേമിലേക്ക് വരാൻ ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. സോ അങ്ങനെ വരുന്ന സീക്വൻസിനെ വിളിക്കുന്ന പേരാണ് ജോമെട്രിക് പ്രോഗ്രഷൻ. അതിന്റെ 1ാമത്തെ ടേമിനെ നമ്മൾ എ കൊണ്ടും ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ ഏതാണോ അതിനെ 6 കൊണ്ടും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു പദം കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് എന്ത് പദമാണ് കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ a × r⁻n−1 ആയിരിക്കും. സോ നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് 10ാമത്തെ പദമാണ്. അതായത് A10 എന്ന് പറയുന്നത് a × r⁻10−1 ഈക്വൽ ടു a × r⁻9. ഇപ്പൊ ഇവിടെ എയുടെ വാല്യൂ ഏതാണ്? 1ാമത്തെ ടേം എന്ന് പറയുന്നത് 1 തന്നെയാണ്. ഇവിടുത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? 2. കാരണം 1നോട് കൂടി 2 ഗുണിച്ചപ്പോൾ 2 കിട്ടി. 2 × 2 4 കിട്ടി. എന്ത് കിട്ടി? 2�9 എന്ന് കിട്ടി. സോ അപ്പോൾ നോക്കിയേ 1 × 2�9. അപ്പൊ ആൻസർ എന്ത് വന്നു? 2�9 വന്നു. 2�9 എന്ന് പറഞ്ഞാൽ 2�9 എന്ന് പറഞ്ഞാൽ 512. ഓപ്ഷൻ ബി ആണ്, സോറി ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലിയർ. സോ നമ്മൾ ആ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ തെറ്റായിരുന്നു, അതായത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലായിരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് അല്ലെങ്കിൽ ക്വസ്റ്റ്യനെ പറ്റി ഡിസ്കഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക.
As a token of gratitude, please like to this particular video, share with your friends, subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.